തന്നുടെ മക്കളും നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ മാറ്റമുണ്ടാക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങൾ എപ്പോഴാണോ വരുന്നത്, നിങ്ങൾ ആളുകൾക്കൊക്കെ എൻ്റെ ഓഫീസായിട്ട് നല്ല ബന്ധമുള്ള ആളുകളുണ്ട്, അവരൊരു അപ്പോയിൻമെൻ്റ് എടുക്കൂ. നമുക്കൊരു ചുരുങ്ങിയതൊരു 2-3 മണിക്കൂറെങ്കിലും സ്വസ്ഥമായ മനസ്സോടെ ഇരുന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താം. എല്ലാവർക്കും ഞാൻ ഓണാശംസകൾ കൂടി നേരെയാണ്. ഓണത്തിൻ്റെ എല്ലാ നിറവും ആയി തുടങ്ങി, മുണ്ടുകളൊക്കെ ഇട്ടിട്ട് ആളുകൾ വരാൻ തുടങ്ങി. ഇപ്പോൾ ഈ സ്വാതന്ത്ര്യദിനവും ഓണമൊക്കെ അന്നത്തെ ദിവസം മാത്രം ആഘോഷിച്ചു പോകണം, പക്ഷേ അതിൻ്റെ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിർത്തണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ആ ശുദ്ധിയും ആ നന്മയൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവണം. എല്ലാവർക്കും ഓണാശംസകളും എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകളും നേർന്നുകൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി. അടുത്തതായി ഫീല തയ്യാറാക്കിയ സബ്മിഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കൈമാറുകയാണ്. അതിനായി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സുഭാഷ് സാറിനെ ക്ഷണിക്കുന്നു. ആ ഒരു നല്ല ഫീല് നിങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ പഞ്ചായത്തുകളിൽ എന്നല്ല, കേരളത്തിലെ ഏറ്റവും വലിയ എൻജിനീയറിംഗ് വിഭാഗം നിങ്ങളാണെന്ന് നിങ്ങൾ അവകാശപ്പെട്ടത് മാത്രമല്ല, അതാണ് അതിൻ്റെ ശരിയും. മുമ്പോട്ട് പോകുന്ന സമയത്ത് പഞ്ചായത്തുകളിൽ നിങ്ങളുടെ സേവനം ഓരോ പഞ്ചായത്തുകളും നിരന്തരമായി ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് എന്നെ സമീപിച്ച് പറയുന്ന പ്രശ്നങ്ങൾ ഞാൻ ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചില പഞ്ചായത്തുകളിലൊക്കെ എടുക്കുന്ന നിങ്ങളുടെ ഓവർ എഫേർട്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ പലരും നേരിട്ട് വന്ന് പറഞ്ഞും പല പഞ്ചായത്ത് പ്രസിഡന്റുമാരും വന്നിട്ട് നിങ്ങളെടുക്കുന്ന സേവനത്തെക്കുറിച്ച് പറയാറുമുണ്ട്. കാരണം അവർ വലിയ ബുദ്ധിമുട്ടിലാണ്, അവരൊറ്റക്ക് ആണ് കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾക്ക് സഹായമില്ലാത്ത ഇടങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അവർ വന്ന് പറയാറുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആവശ്യത്തിനുള്ള ആളുകൾ ഇപ്പോഴും എല്ലാ പഞ്ചായത്തുകൾക്കും നിർലോഭം വീതിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന അത്ര ആളുകൾ ഇപ്പോഴും ഈ വകുപ്പിൽ ഇല്ല എന്നുള്ളതും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതെങ്ങനെ പരിഹരിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് തന്നെ അത് പരിഹരിക്കുന്നതിന് ഏർപ്പാടുകൾ എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. മറ്റൊരു പ്രശ്നം ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുന്നൊരു കാര്യം, ഈ രാജ്യത്ത് നിർമ്മിക്കുക എന്നത് നമ്മളുടെയൊക്കെ ഒരു ഉത്തരവാദിത്വമാണ്. ഞാനൊരു പഞ്ചായത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പഞ്ചായത്തിലെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിട്ട് നിന്ന ഒരാളാണ്. പഞ്ചായത്തിൽ നിൽക്കുന്ന ഒരാളുടെ റിസ്ക്കും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മറ്റെല്ലാവരെക്കാളും നന്നായിട്ടും എനിക്കറിയുകയും ചെയ്യാം. പക്ഷേ ഞാൻ അന്ന് മുതൽ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ വിഹിതം ചെലവഴിക്കുന്നത് തദ്ദേശ സ്വയംഭരണത്തിലേക്കാണ്. ബജറ്റിലെ ഏറ്റവും വലിയ വിഹിതം മറ്റ് വകുപ്പുകളിൽ അപേക്ഷിച്ച് പോകുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അവിടെ രാഷ്ട്രീയമില്ല? ഇപ്പോൾ ഫീല പറയുന്ന പോലെ തന്നെയാണ്, അവിടെ രാഷ്ട്രീയമില്ല. ആ രാഷ്ട്രീയം ഇല്ലാതെയാണ്, കാരണം ഭരണസമിതി എന്നാണ് നമ്മൾ പറയുന്നത്, പ്രതിപക്ഷമില്ല. അതൊക്കെ ശരിയാണ്, രാഷ്ട്രീയമില്ല പഞ്ചായത്തുകളിൽ, അവിടെ ഭരണസമിതിയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പഞ്ചായത്തുകൾക്കകത്ത് നിന്ന് ഇത്ര വലിയ വിഹിതം ഒരു സ്റ്റേറ്റിൻ്റേത് പഞ്ചായത്തുകളിലേക്ക് എത്തിയിട്ടും എന്തുകൊണ്ടാണ് നമ്മളുടെ പഞ്ചായത്തുകളിൽ ഒരു 5 വർഷം കഴിഞ്ഞ് പോകുന്ന ഒരു ഭരണസമിതിക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ,
അല്ലെങ്കിൽ വലിയ ബാക്കിയാവുന്ന വികസനം ഇല്ലാതെ പോകുന്നത്. എന്നെ അലട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഒന്നാം ഗഡു കിട്ടിയാൽ ഉടനെ തന്നെ പഞ്ചായത്ത് ചേർന്ന് ആദ്യം പഞ്ചായത്ത് ചെയ്യുന്ന ഒരു പണി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇവിടെയുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഇവിടെയുണ്ട്, MLA ഉണ്ട്. എന്താ ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ പൈസ വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഭയങ്കരമായ ഒരു ഒരു പണിയാണെന്നുള്ള നിലക്കാണ്. പൈസ കൊടുക്കുക, അത് വീതിച്ചു കൊടുക്കുക എന്നുള്ളത് അത്ര വലിയൊരു പണിയുള്ളതല്ല. ഈ പണി ഉണ്ടാകുന്നതിന് ഫലമായിട്ട് പിന്നെ സംഭവിക്കുന്നത് എല്ലാവരും ചെറിയ റോഡുകൾ അത്യാവശ്യമാണ്, വേണ്ടെന്ന് ഞാൻ പറയണില്ല. നിങ്ങൾ പറഞ്ഞ പോലെ പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും BMC കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കുക തന്നെ വേണം, ഒരു സംശയവും അക്കാര്യത്തിലില്ല. അത് ഇനി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുമാണ്, കാലം മാറുകയാണ്, ഒക്കെ വേണം. പക്ഷേ പഞ്ചായത്തിലെ ഒരു വിഹിതത്തെ ഭരണസമിതി എന്ന് വിളിക്കുന്ന ഒരു സമിതിയിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നത്തെ ഒന്നിച്ചു പരിഹരിക്കാമെന്ന് എന്തുകൊണ്ടാണ് വിചാരിക്കാത്തത്? ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ സാങ്കേതികമായ ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന പഞ്ചായത്തുകളുണ്ടെങ്കിൽ പറയേണ്ടത്, ഏറ്റവും ചുരുങ്ങിയത് 1-2 വർഷമൊക്കെ വിഹിതിക്കാം. പക്ഷേ അത് കഴിഞ്ഞാൽ ഒരു വലിയ വിഹിതം ഒരു പഞ്ചായത്തിന് കിട്ടുമ്പോൾ 5 വർഷം കഴിഞ്ഞ് പോകുന്ന ഒരാൾക്ക് ഇതുപോലെ 2-3 ഭരണസമിതികൾ ആ പഞ്ചായത്തിൽ ഉണ്ടാക്കി വെക്കുന്ന വലിയ ഉദാഹരണങ്ങൾ എത്ര വലിയ മാറ്റം കേരളത്തിലെ പഞ്ചായത്തുകളിൽ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ പണത്തെ ഈ ഡീസെൻട്രലൈസേഷൻ പറയുന്നത്, നിങ്ങൾ നേരത്തെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാൻ നമ്മുടെ വകുപ്പിലെ ഏറ്റവും കൂടുതൽ IAS ഓഫീസർമാരുള്ള ഒരു വകുപ്പാണ് നമ്മളുള്ളത്. ആ വകുപ്പിനകത്ത് അവരെ കൂടി വിളിച്ചുകൂട്ടി നിങ്ങൾ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. സർക്കാരിന് ബാധ്യത വരുന്നോ ഇല്ല എന്നതിനേക്കാൾ പ്രധാനം എടുക്കുന്ന പള്ളിയിൽ നിങ്ങൾക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അഡ്രസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ചില കാര്യങ്ങൾ മാറ്റേണ്ടത് തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ചില കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ നമ്മൾ പറയും അതിന് നിയമമില്ല, അതങ്ങനെയല്ല എന്നൊക്കെ. അങ്ങനെ പറയാനൊരു മന്ത്രി ആവശ്യമില്ല. ആവശ്യമുള്ള നിയമം ഉണ്ടാക്കാൻ ഒരു സഭ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമം കൂടി ഉണ്ടാക്കേണ്ടതാണ്. നമ്മൾ വരുമ്പോഴാണ് മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരം കൂടി നമ്മളെ കയ്യിൽ തന്നിട്ടാണ് മന്ത്രിയാക്കുന്നത്. നിലവിലുള്ളതൊക്കെ കൊണ്ടുപോകാൻ ഒരു ഉദ്യോഗസ്ഥന് മാത്രം മതി. നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ള ചട്ടങ്ങളും രീതികളും മാത്രമായിട്ടേ നടക്കാൻ പറ്റൂ. അതിൻ്റെ മുകളിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പക്ഷേ അങ്ങനെയല്ല. ഞാൻ നിയമനിർമ്മാണ സഭയിലെ അംഗമാണ്. നിയമത്തെ നിർമ്മിക്കുകയും അത് മാറ്റിയെടുക്കുകയും അതിനനുസരിച്ച് വേണ്ടത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വെറുതെ ചുമ്മാ കേട്ട് ഇങ്ങനെ നിങ്ങൾക്ക് സുഖിപ്പിക്കാൻ പറയണില്ല. നിങ്ങളൊരു റെപ്രസെൻറ്റേഷൻ വരൂ, നമുക്ക് പ്രധാനപ്പെട്ട ഓഫീസേഴ്സിനെ ഇരുത്തി ഒരു പാക്കേജ് ഉണ്ടാക്കി അടുത്ത ഇതുപോലെയുള്ള കൂടിയിരിക്കലിന് മുമ്പ് അതിനകത്ത് ഒന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും ചെയ്തു വെച്ച് അതിന് മാറ്റമുണ്ടാക്കാനുള്ള ശ്രമം എൻ്റെ ഒരു സിംഹമലയും കാട്ടിൽ തുണയോടെ അലറും കാട്ടിൽ വഴിമാറി വന്നു ചേർന്നു ഒരു കുഞ്ഞുമാൻ കിടാവ്. ഒരു സിംഹമലയും. സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാരോടാണ് വിദ്യാർത്ഥികളോട് മാന്യമായി പെരുമാറി അവർക്ക് സുരക്ഷിത യാത്ര ഒരുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കർശനമായി ഒഴിവാക്കണം. വാഹനത്തിൽ അനുവദിച്ചിട്ടുള്ളതിലധികം കുട്ടികളെ കയറ്റരുത്. സ്കൂൾ പരിസരങ്ങളിലും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലും വളരെ കുറഞ്ഞ വേഗതയിൽ വാഹനം ഓടിക്കണം. ബ്രേക്ക്, ടയർ, ലൈറ്റ്, ഹോൺ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ദിവസവും പരിശോധിക്കണം. എല്ലാ വിദ്യാർത്ഥികളും സുരക്ഷിതമായി കയറിയതിനും ഇറങ്ങിയതിനു ശേഷം മാത്രമേ വാഹനങ്ങൾ മുന്നോട്ടെടുക്കാവൂ. വാഹനത്തിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സും ഫയർ എക്സ്റ്റിംഗ്വിഷറും നിർബന്ധമായും ഉണ്ടായിരിക്കണം. കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള അലക്ഷ്യമായ ഡ്രൈവിംഗ്, അപകടകരമായ അഭ്യാസ പ്രകടനങ്ങൾ എന്നിവ ഒഴിവാക്കണം. ശ്രദ്ധിക്കണം, ഭാവി തലമുറയുടെ സുരക്ഷ നിങ്ങളുടെ കൈകളിലാണ്. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം. പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും മിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ.
Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT/LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.